2024 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രാജാറാം മോഹൻ റോയി ബംഗാളിൽ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ്. ആൻസർ സി ആണ് വരുന്നത്, സംവാദ് കൗമുദി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചതായത്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല ആരംഭിച്ചത് ആൻസർ ബി ആണ്, ഡി കെ കാർവേ. ഡി കെ കാർവേയാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല സ്ഥാപിച്ചത്. വിഷ്ണു കൃഷ്ണ ചിപ്പുങ്ക നിബന്ധമാല എന്ന കൃതി ഏതു ഭാഷയിലാണ് രചിച്ചത്? ആൻസർ മറാത്തി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ അബനീന്ദ്രനാഥ് ടാഗോർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയുമായി എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ആൻസർ ഒരു തവണ. അടുത്ത ക്വസ്റ്റ്യൻ, ഐക്യകേരള പ്രതിജ്ഞ എഴുതിയതാര്? ഐക്യകേരള പ്രതിജ്ഞ എഴുതിയത് എൻ വി കൃഷ്ണ വാര്യർ. ഐക്യകേരള പ്രതിജ്ഞ എഴുതിയത് എൻ വി കൃഷ്ണ വാര്യർ. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നുമാണ് എടുത്തത്? ആൻസർ എന്ന് പറയുന്നത് ആൻസർ ബി ആണ്, ആൻസർ റഷ്യ. മൗലിക കടമകൾ എടുത്തിരിക്കുന്നത് റഷ്യ. അടുത്ത ക്വസ്റ്റ്യന്, താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അല്ലാത്തത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അല്ലാത്തത് ബാലഗംഗാധര തിലക്. തുലാംപത്ത് സമരം എന്നറിയപ്പെടുന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. തുലാംപത്ത് സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരം. താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്നത്? 1806 നടന്നത് വെല്ലൂർ കലാപം. വെല്ലൂർ കലാപമാണ് 1806 നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പ്. വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ കുമാരനാശാൻ. വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ കുമാരനാശാൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആര്? കെ എം മുൻഷി. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് കെ എം മുൻഷി. അടുത്ത ക്വസ്റ്റ്യൻ, 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദമാണ് അനുച്ഛേദം 338B. 338B ആണ് 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം. അടുത്ത ക്വസ്റ്റ്യൻ, 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 21A. അടുത്ത ക്വസ്റ്റ്യൻ, 2020 ഓഗസ്റ്റ് മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം? ആൻസർ യുണൈറ്റഡ് കിങ്ഡം. യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാരപരിധിയിൽപ്പെടുന്ന താഴെ പറയുന്നവ ഏതാണ്? യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാരപരിധിയിൽപ്പെടുന്നത് വാർത്താവിനിമയമാണ് യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാരപരിധിയിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്ന പ്രസ്താവനയിൽ 4ാം പഞ്ചവത്സര പദ്ധതിയുമായി സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് സി ആണ്. 1, 3, 4 എന്നിവയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. 1969-74 കാലഘട്ടത്തിൽ നടപ്പിലാക്കി. ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി. ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വന്നു. അപ്പം 4ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായവ 1969-74 കാലഘട്ടത്തിൽ നടപ്പിലാക്കി. ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി. ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം ഈ ഘട്ടത്തിൽ നടപ്പിലാക്കി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 19ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ് എന്ന് പറഞ്ഞതാണ് തെറ്റായിട്ടുള്ള. ബാക്കി 3 ശരിയാണ്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള? നീതി ആയോഗ് 2015 ജനുവരി 1 രൂപീകരിക്കപ്പെട്ടു. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രധാന പരിപാടിയായ ചിന്താ സംഭരണി തിങ്ക് ടാങ്ക് ആണ് നീതി ആയോഗ്. നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. നീതി ആയോഗ് 2015 ജനുവരി 1 രൂപീകരിക്കപ്പെട്ടു.
ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രധാന പരിപാടിയായ തിങ്ക് ടാങ്കാണ് നീതി ആയോഗ്. നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. 1971 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏത് പേരിൽ വിശേഷിക്കപ്പെടുന്നു? ആൻസർ എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഓപ്പറേഷൻ പോളോ എന്ന് പറയുന്നത് ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്ത സൈനിക നടപടിയാണ് ഓപ്പറേഷൻ പോളോ എന്ന് പറയുന്നത്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്നത് സിഖ് ഭീകരർക്കെതിരെ സുവർണ ക്ഷേത്രത്തിൽ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്നത്. ഓപ്പറേഷൻ സൈക്ലോൺ എന്ന് പറയുന്നത് താജ് ഹോട്ടലിൽ ഭീകരരെ തുരത്താൻ NSGയുടെ നേതൃത്വത്തിൽ നടന്ന സൈനിക നീക്കമാണ് ഓപ്പറേഷൻ സൈക്ലോൺ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനെ രൂപീകൃതമായപ്പോൾ യൂണിയനെ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളെ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ പെടാത്തത് എന്ന് പറയുന്നത് അനന്തരം നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു. എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ എന്ന് വെച്ചാൽ ഗാന്ധിജിയുടെ മരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനെ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളെ പെടാത്തത് ഏതെന്ന് ചോദിച്ചാൽ ആൻസർ മൈസൂരാണ്. അപ്പം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനെ ചേരാൻ സമ്മതിച്ച നാട്ടുരാജ്യങ്ങളാണ് പെടാത്തത് മൈസൂരാണ്. 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യമാണ് ഓസ്ട്രേലിയ. അടുത്ത ക്വസ്റ്റ്യന്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമാണ് വിഴിഞ്ഞം.